ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്നറിയോ? അവലോസ് പൊടിയാണ് കേട്ടോ. അത് നമ്മൾ കുറേ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ തോന്നുമ്പോൾ വീട്ടിൽ തന്നെ, അതായത് അരി പൊടിപ്പിക്കാനൊന്നും മില്ലിലേക്ക് പോകണ്ട, നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് സ്പെഷ്യൽ അരി കൊണ്ടാണ് ഈ അവലോസ് പൊടി ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഉണങ്ങല്ലരിയാണ്. 2 കപ്പ് ഉണങ്ങല്ലരി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വിഷുക്കട്ടയൊക്കെ ഉണ്ടാക്കാൻ എടുക്കില്ലേ, അതാണ് കേട്ടോ. 250 ml കപ്പാണ് ഇത്. ഇനി വെള്ളം തെളിയുന്നത് വരെ കഴുകിയെടുക്കാം. ഇതുപോലെ വെള്ളം തെളിയുന്ന വരെ കഴുകിയെടുക്കുക. ഇനി ആ വെള്ളം കളഞ്ഞ് നല്ല വെള്ളം ഒഴിച്ച് 4 തൊട്ട് 5 മണിക്കൂർ വരെ നമ്മളിത് അടച്ചു വയ്ക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലത്തെ വെള്ളം കംപ്ലീറ്റ് ഇങ്ങനെ വാറ്റി വയ്ക്കുന്ന പാത്രമില്ലേ, അതിൽ വെച്ചിട്ട് അരിപ്പ പാത്രത്തിൽ വെച്ച് വെള്ളം കളയുക. പിന്നെ നന്നായിട്ട് ഉണങ്ങിയ ജാറിൽ കേട്ടോ, ഉണക്കി നല്ല ഡ്രൈ ആയിട്ടുള്ള ജാറിൽ കുറേശ്ശെ ഇട്ടിട്ട്, ഇതിപ്പോൾ 2 കപ്പായതുകൊണ്ട് 2 പ്രാവശ്യം ഇട്ടിട്ടാണ് പൊടിച്ചത് കേട്ടോ. നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതായത് ഒരു പുട്ടുപൊടിയുടെ അത്ര പാകമെങ്കിലും ആവണം. അതിനേക്കാളും നന്നായിട്ട് പൊടിഞ്ഞാലും കുഴപ്പമില്ല, പുട്ടുപൊടിയുടെ അതിലെങ്കിലും അത്രയെങ്കിലും ആവണം. അതുപോലെ നമ്മൾ പൊടിച്ചെടുക്കുക. ഇതിപ്പോൾ കുറഞ്ഞ അളവായ കാരണം നമുക്ക് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. നമ്മൾ 2 കിലോ 3 കിലോ ഒക്കെ നമ്മൾ മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇളക്കാനൊക്കെ. ഇത് പെട്ടെന്ന് കഴിയും. 2 പ്രാവശ്യമായിട്ട് ഇത് പൊടിച്ചെടുത്തു കേട്ടോ. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൈ കൊണ്ട് നമ്മൾ ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നമുക്കൊന്ന് അളന്ന് നോക്കാം കേട്ടോ. 2 കപ്പ് അരി പൊടിച്ചത് എത്ര കപ്പ് പൊടി കിട്ടിയെന്ന് നമുക്കൊന്ന് അളന്ന് നോക്കുക. അപ്പോൾ നമുക്ക് 4 കപ്പ് പൊടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 കപ്പിന് 1 കപ്പ് അളവ് നാളികേരമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 കപ്പിന് 4 കപ്പ് വേണമെങ്കിൽ 3 കപ്പും ആക്കാം കേട്ടോ. ഇതിപ്പോൾ ഇത്തിരി നാളികേരം കൂടുതൽ ഇട്ടിട്ടുണ്ട്. നാളികേരം കൂടുതലിട്ടാൽ നല്ല സ്വാദുണ്ടാവും. പിന്നെ എള്ളെടുത്തിട്ടുണ്ട്, എള്ളും കൂടുതലിട്ടിട്ടുണ്ട്. 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ടിട്ടുണ്ട്. അപ്പോൾ എള്ളൊക്കെ ആവശ്യമില്ലെങ്കിൽ 2 ടീസ്പൂൺ വേണമെങ്കിൽ 1 ടീസ്പൂൺ ഇടാം കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും 3-4 ഉള്ളി ചതച്ചിടാം. അത് ഇങ്ങനെ കനം കുറച്ചിട്ട് അരിഞ്ഞു വിടാം കേട്ടോ. പിന്നെ 2 തണ്ട് വേപ്പില ഇടാം. ഇപ്പോൾ ഈ കറിവേപ്പിലയും ഉള്ളിയും കൂടെ വേണമെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ട് അതും ചേർക്കാം കേട്ടോ. അങ്ങനെയായാലും ചേർക്കാം. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ ചേർത്തു. ഇനി ഇതുപോലെ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മി വയ്ക്കുക. അമർത്താണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഈ പൊടിയും ഇതും കൂടെ യോജിപ്പിക്കാനായിട്ട്. ഇതിപ്പോൾ പെട്ടെന്ന് കഴിയും കേട്ടോ. കുറച്ച് പൊടിയല്ലേ ഉള്ളൂ. കുറേ പൊടിയൊക്കെ നമ്മൾ 2 കിലോ 3 കിലോ പൊടിയൊക്കെ ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇത് വളരെ ഈസിയാണ്. കുറച്ച് പൊടിയല്ലേ, ഒരു 4 കപ്പ് പൊടിയല്ലേ ഉള്ളൂ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് 15 തൊട്ട് 30 മിനിറ്റ് വരെ ഇങ്ങനെ തട്ടിപ്പൊത്തി അങ്ങനെ അടച്ചു വയ്ക്കുക. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ തുറന്നത്. നല്ല മണം, ഉള്ളിയുടെയും കറിവേപ്പിലയുടെ ഒക്കെ മണമാണ് കേട്ടോ. നല്ല മണം. ഇനി വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഉലർത്തി കൊടുക്കുക ഇത് കൈ കൊണ്ട് ഇങ്ങനെ. ഇനി വേറെ ഒന്നുമില്ല, നല്ല ചൂട് കട്ടിയുള്ള ഉരുളിയോ പാത്രമോ ഏതെങ്കിലും പാത്രം വെച്ചിട്ട് പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിട്ട് കൊടുക്കാം. നല്ല ചൂടാവാൻ നിൽക്കണ്ട, അതിന് മുമ്പ് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പാത്രം വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങിയപ്പോൾ നമ്മൾ ഈ പൊടി അതിൽ ഇട്ട് കൊടുത്തു. ഇതിൽ കൂടുതൽ കട്ടകളുണ്ടാവും, കാരണം നമ്മൾ കുറേ നാളികേരം ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട്.
ഇനി നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഫുൾ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ ഫുൾ ഫ്ലെയിമിൽ വയ്ക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ പൊടിയിലേക്ക് ഇങ്ങനെ ആവി വരും. ആവി വന്ന് തുടങ്ങുമ്പോൾ നന്നായിട്ട് ആവി വന്ന് തുടങ്ങുമ്പോൾ നമ്മളത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. ആദ്യം ഇങ്ങനെ അടി പിടിക്കാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇത് ഇളക്കാൻ സുഖമാണ്, ഇത് കുറച്ചല്ലേ ഉള്ളൂ. ചെറുതായിട്ട് ഇങ്ങനെ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 15 മിനിറ്റൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ ആവി വന്ന് തുടങ്ങി. അപ്പോൾ ആവി വന്ന് തുടങ്ങിയാൽ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക, അടി പിടിക്കാണ്ട്. ഇത് കൂടുതൽ നാളികേരമൊക്കെ ഉള്ള കാര്യം കുറച്ചിങ്ങനെ ചൂട് തട്ടുമ്പോഴേക്കും നാളികേരത്തിൻ്റെ എണ്ണ അതിലാവുമ്പോൾ അധികം അടി പിടിക്കില്ല. നാളികേരം കൂടുതലുണ്ടല്ലോ. പിന്നെ ഇതിൽ കുറച്ച് കട്ടകൾ കൂടുതലുണ്ടാവും കേട്ടോ. കാരണം നാളികേരമൊക്കെ കുറേ ഇട്ടിട്ടുള്ള കാരണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാവുമ്പോൾ അധികം പൊടി പോലെ ഇരിക്കും നമുക്ക്, ഭയങ്കര നൈസായിട്ട്. കാരണം എന്താ, അവരധികം നാളികേരമൊന്നും ചേർക്കില്ലല്ലോ. അപ്പോൾ അതേ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളിത് മീഡിയത്തിനും സിമ്മിനും ഇടയിലുള്ള ഫ്ലെയിമിൽ വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിയുന്നതാണ് ഇതിൻ്റെ പാകം. പിന്നെ അവസാനത്തെ ഒരു 15 മിനിറ്റ് 40 മിനിറ്റ് എടുത്തു കേട്ടോ അത് ആവാനായിട്ട്. അവസാനത്തെ 15 മിനിറ്റ് നമ്മൾ സിമ്മിലിട്ടിട്ട് ഉള്ളിയൊക്കെ മൊരിഞ്ഞ് വരുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നമുക്ക് ഇടയ്ക്കെടുത്ത് കടിക്കുമ്പോൾ തന്നെ അറിയാം നല്ല ഇതിന് മണികളൊക്കെ നല്ല കറുമുറുന്നനെ ആവണത്. അതാണ് ഇതിൻ്റെ പാകം കേട്ടോ. കളറൊക്കെ മാറി നമ്മുടെ അവലോസ് പൊടി റെഡി ആയിട്ട് 40 മിനിറ്റ് കഴിഞ്ഞു. അത്രയും സമയം നമ്മൾ എടുത്തുള്ളൂ അത്. ഇനി നമ്മൾ ഓഫ് ചെയ്ത് വെച്ചു കേട്ടോ. ഇനി ഇത് നമുക്ക് പഞ്ചസാര കൂട്ടി കഴിക്കാൻ നല്ല സ്വാദാണ്. വെറുതെ ഇങ്ങനെ കുറച്ചെടുത്ത് കഴിച്ചാൽ മതി. പിന്നെ പഴം കൂട്ടി കഴിക്കാം. ഇതും ചായയും കൂടി ആകുമ്പോൾ പിന്നെ വേറെ ഒന്നും വേണ്ട. എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കി വെച്ചാൽ ഈ അളവിൽ ഉണ്ടാക്കി വെച്ചാൽ ഒരു 3-4 ദിവസമൊക്കെ ഇരിക്കും എന്തായാലും. പിന്നെ നമ്മൾ കുറേ കിലോ കണക്കിനൊക്കെ ആണെങ്കിൽ കുറേ ദിവസം ഇരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ അവലോസ് പൊടി ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. ബൈ.